ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്രീജ ആൻഡ് വെൽക്കം ടു ദി വേൾഡ് ഓഫ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞങ്ങൾ ഇറ്റാലിയൻ സ്പൈസസ് ഒതുങ്ങിയ ഒലീവ് ഓയിൽ കൊണ്ടുണ്ടാക്കുന്ന ഇറ്റാലിയൻ ബ്രെഡായ ഫുക്കാഷ്യ ആണ് ഉണ്ടാക്കുന്നത്. ഫുക്കാഷ്യ ബ്രെഡ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ആദ്യമായി വേണ്ടത് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ്. അതിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഇളക്കിയതിന് ശേഷം 3.5 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് ഇളക്കുക. എന്നിട്ട് മിനിമം 5 മിനിറ്റ് റൈസ് ആവാൻ വേണ്ടി സൈഡിൽ മാറ്റി വെക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ചെയ്യാം. ഞങ്ങൾക്ക് വേണ്ടത് 2.5 കപ്പ് മൈദ, അതിൽ 1 ടീസ്പൂൺ ഉപ്പ്, കൂടാതെ ഒറിഗാനോ സീസണിങ്ങും ഇതിൽ ആഡ് ചെയ്യുക. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേയ ബ്രാൻഡിൻ്റെ പിസ്സ സീസണിംഗ് ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇതിൽ ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇടാൻ മറന്നുപോയതാണ്. ഈസ്റ്റ് നന്നായി റൈസ് ആയിട്ടുണ്ട്. ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ മിക്സ് ആട്ട കുഴക്കുന്നത് മാതിരി നന്നായി കുഴച്ചെടുക്കണം. മൈദ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലിനി 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ആഡ് ചെയ്യുക. ഒലീവ് ഓയിൽ ഏത് ബ്രാൻഡിൻ്റെയും യൂസ് ചെയ്യാം. ഞാൻ ഉപയോഗിച്ചത് ഫിഗാറോ ബ്രാൻഡിൻ്റെയാണ്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒലീവ് ഓയിലിൽ മൈദ നന്നായി കുഴച്ചതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് മിനിമം 3 മണിക്കൂർ റെസ്റ്റിങ്ങിന് വെക്കുക. 3 മണിക്കൂറിന് ശേഷം ചെക്ക് ചെയ്യൂ. ഡോ നന്നായി റൈസ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി മിക്സ് ചെയ്യണം. അതിന് കയ്യിൽ കുറച്ച് ഒലീവ് ഓയിൽ മിക്സ് ചെയ്യൂ. എന്നിട്ട് ഡോയുടെ ഏറ്റവും അടിയിൽ നിന്ന് മുകളിലോട്ടേക്ക് വലിച്ച് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ബൗൾ 90 ഡിഗ്രി ആംഗിളിൽ ടേൺ ചെയ്യുക. പിന്നെയും താഴേന്ന് മുകളിലോട്ടേക്ക് ഫോൾഡ് ചെയ്യുക. ഇതുപോലെ 4 പ്രാവശ്യം ഓരോ ആംഗിളിലും വെച്ച് ഫോൾഡ് ചെയ്യേണ്ടതായിരിക്കും. ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഡോ ബേക്കിംഗ് ട്രേയിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 8x8 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്രേ ആണ്. അതിൽ കുറച്ച് ഒലീവ് ഓയിൽ ഇട്ട് എല്ലാ സ്ഥലത്തും നന്നായി ഗ്രീസ് ചെയ്യുക. ഇനി ഡോ കേക്ക് ടിന്നിൽ വെച്ച് നന്നായി എല്ലാ കോർണേഴ്സിലും എത്തുന്ന വിധം പുഷ് ചെയ്യുക. ഇനി രണ്ടാമത് പിന്നെയും റെസ്റ്റിങ്ങിന് വെക്കേണ്ടതായിരിക്കും. ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് മിനിമം 2 മണിക്കൂർ റെസ്റ്റിങ്ങിന് വെക്കുക. 2 മണിക്കൂറിന് ശേഷം നോക്കൂ, ഞങ്ങളുടെ ഡോ എത്ര പെർഫെക്റ്റ് ആയിട്ട് റൈസ് ആയിട്ടുണ്ട്. ഇത് ബേക്കിങ്ങിനായി ഓവനിൽ വെക്കുന്നതിന് മുമ്പ് കയ്യിൽ കുറച്ച് ഒലീവ് ഓയിൽ തേക്കുക. എന്നിട്ട് ഡോയിൽ ഇടക്കിടക്കായിട്ട് കുഴിയുണ്ടാക്കുക. ഇങ്ങനെയാക്കുമ്പോൾ ഇത് നന്നായി ഈവൻലി ബേക്കിംഗ് ആകുന്നതായിരിക്കും. ഇനി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഇട്ട് ഇതിനെ ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ ചെറുതായി അരിഞ്ഞ ഒലീവ്സും നീളത്തിൽ അരിഞ്ഞ ഉള്ളിയുമാണ് ഉപയോഗിക്കുന്നത്. അതിൽ കുറച്ച് ഒലീവ് ഓയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ നന്നായി സ്പ്രെഡ് ചെയ്യുക. കുറച്ച് ചെറി ടൊമാറ്റോസ് ആഡ് ചെയ്താൽ
ഈ ബ്രെഡ് നന്നായി കളർഫുള്ളും ടേസ്റ്റിയും ഉണ്ടായിരിക്കും. എൻ്റെ അടുത്ത് ചെറി ടൊമാറ്റോസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് കുറച്ച് റോസ്മേരിയും ബേസിൽ ലീവ്സും ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതും ഞാൻ ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ഇതിൻ്റെ മേലെ ആഡ് ചെയ്യാം. എൻ്റെ മകന് ഗാർലിക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഗാർലിക്കും ഇതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഫൈനലി കുറച്ച് പിസ്സ സീസണിങ്ങും മുകളിൽ ആഡ് ചെയ്യുക. സീസണിങ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്തോളൂ. കൂടാതെ കുറച്ച് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യുക. ഇനി ലാസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ഉപ്പ് മുകളിൽ കൂടി വിതറുക. കൂടാതെ കുറച്ച് ഒലീവ് ഓയിലും സ്പ്രിങ്കിൾ ചെയ്യുക. ഓവൻ 220 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ട്രേ സെൻറ്റർ റാക്കിൽ വെച്ച് 20 അല്ലെങ്കിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്യുക. 25 മിനിറ്റിന് ശേഷം ഞങ്ങളുടെ ഫുക്കാഷിയോ ബ്രെഡ് പെർഫെക്റ്റ്ലി ബേക്ക് ആയിട്ടുണ്ട്. കാണാനും എത്ര കളർഫുൾ ആണല്ലേ. ബ്രെഡ് ഓവനിൽ നിന്നും പുറത്തെടുത്ത് 5 മിനിറ്റിന് ശേഷം ട്രേയിൽ നിന്നും കൂളിംഗ് റാക്കിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ബ്രെഡ് ഇതേ ട്രേയിൽ വെച്ച് കൂളാകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങളുടെ ബ്രെഡ് ഹാർഡായി പോകാനാണ് സാധ്യത. പെർഫെക്റ്റ്ലി ബേക്കായിട്ടുണ്ട് ആൻഡ് നല്ല ഹൈറ്റുമുണ്ട്. പിസ്സയുടെ മണമാണ് വീട് മുഴുവൻ. ഇത് കൂളായതിനു ശേഷം ഒരു ബ്രെഡ് നൈഫ് ഉപയോഗിച്ച് ഈക്വൽ പ്രൊപ്പോർഷനിൽ കട്ട് ചെയ്യാം. ഈ ബ്രെഡ് വെറുതെ ഇങ്ങനെയും കഴിക്കാം, അല്ലെങ്കിൽ സെൻറ്ററിൽ കട്ട് ചെയ്ത് ചീസും വെജിറ്റബിൾസും ഇട്ട് സാൻഡ്വിച്ച് പോലെയും കഴിക്കാം. ഈ ഇറ്റാലിയൻ ബ്രെഡ് ഉണ്ടാക്കാൻ എത്ര എളുപ്പമായിരുന്നു അല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഒരു നല്ല റെസിപ്പിയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.